നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് chi-square ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ മുന്നേയൊക്കെ ടെസ്റ്റ് ചെയ്ത മുന്നത്തെ ടെസ്റ്റിലൊക്കെ പറഞ്ഞേക്കുന്നത് നമുക്കൊരു അസംഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒബ്സർവേഷൻസ് ആർ കമ്മിങ് ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഇതിന് മുന്നേയുള്ള ടെസ്റ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ടൈപ്പ് ഓഫ് ടെസ്റ്റിനെയാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻസ് ആർ കമ്മിങ് ഫ്രം എ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു അസംഷൻസ് ഇല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിനെയാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയാം. നോൺ പാരാമെട്രിക് ടെസ്റ്റിലൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് chi-square ടെസ്റ്റ്. അപ്പോൾ ആ chi-square ടെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. chi-square ടെസ്റ്റ് മൂന്ന് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 ടൈപ്പ് ടെസ്റ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം 3 ടൈപ്പ് ഏതാണെന്നാണ് പറയുന്നത്. chi-square test. The test of significance discussed in the previous section is based on the assumption that the observations are from a normal distribution. These tests are called parametric tests. However, when no assumptions about the population distribution is made, or we make use of non-parametric test. These tests are usually easier to compute and also more widely applicable as compared to the parametric test. Since they are distribution free, that is, the test statistic does not involve the form of the parental distribution from which the sample is drawn. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഇതുവരെ പറഞ്ഞ ടെസ്റ്റിലൊക്കെ ഒബ്സർവേഷൻസ് ആർ കമ്മിങ് ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു അസംഷൻ ഉണ്ടായിരുന്നു. ആ അസംഷൻസ് ഉള്ള ടൈപ്പ് ടെസ്റ്റിനെയാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒബ്സർവേഷൻസിനൊരു നമ്മൾ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വരുന്നു എന്നൊരു അസംഷൻ ഇല്ലെങ്കിൽ അതിനെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്ന് പറയും. കാരണം നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ എന്താ ചെയ്തത്, നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് എടുക്കുകയാണ് ചെയ്തത്. നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും, ആ സ്റ്റാറ്റിസ്റ്റിക്കിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ആ സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു അസംഷൻ ഇല്ല, ഒബ്സർവേഷൻ ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷനിലാണ് എടുക്കുന്നത് എന്നുള്ള അസംഷൻ ഇല്ല. സോ ഇതെന്താണ്, ഒരു പാരാമെട്രിക് ടെസ്റ്റാണ്. An important non-parametric test is the chi-square test. The chi-square test is one of the simplest and most commonly used non-parametric test of significance. അപ്പോൾ chi-square ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ നോർമൽ സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് ഇതൊക്കെ എന്താണ്, പാരാമെട്രിക് ടെസ്റ്റാണ്. chi-square ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. Generally, the t-test is meant for taking decisions about the mean of the population. നമ്മൾ ടി ടെസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനൊക്കെ ടി ടെസ്റ്റ് യൂസ് ചെയ്തത്, ഒരു പെർട്ടിക്കുലർ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്തു. അതുപോലെ 2 പോപ്പുലേഷൻ്റെ മീൻ ഈക്വൽ ആണോ എന്ന്, μ1 ഈക്വൽ ടു μ2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തു, മീനിനെ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തത്. chi-square ടെസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ വേരിയൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേരിയൻസ് കമ്പയർ ചെയ്യാൻ, അതുപോലെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയർ, സിഗ്മ എന്ന് പറയുന്നൊരു ഒരു പെർട്ടിക്കുലർ സിഗ്മ നോട്ട് സ്ക്വയർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് chi-square യൂസ് ചെയ്യുന്നത്. ടി ടെസ്റ്റ് എന്ന് പറയുന്നത് മീനിനെ ചെക്ക് ചെയ്യാനാണെങ്കിൽ chi-square എന്ന് പറയുന്നത് വേരിയൻസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ജനറലി ദ ടി ടെസ്റ്റ് ഈസ് മെന്റ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ദ മീൻ ഓഫ് ദ പോപ്പുലേഷൻ. ദ chi-square ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ഇൻഫറൻസ് അബൌട്ട് ദ പോപ്പുലേഷൻ ഡിസ്പേർഷൻ. പോപ്പുലേഷൻ ഡിസ്പേർഷൻ ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ വേരിയൻസ്, മെയിൻലി ദ വേരിയൻസ്. Problems in social research frequently involve the counting of a number of persons, object or response as they occur under various categories or classifications. For example, school children may be classified and counted according to their reading ability, mathematical ability or their mode of behavior. Adult citizens may be classified according to whether they are in favor of, indifferent to or opposed to a particular social inform. അപ്പം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കേസിൽ നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ആ ഒരു ക്ലാസിഫിക്കേഷൻ തമ്മിൽ എന്തെങ്കിലും റിലേറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ chi-square ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മളിപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ എന്താണ് ക്ലാസിഫൈ ചെയ്യുകയാണ് അവരുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീഡിങ് എബിലിറ്റിയും. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീഡിങ് എബിലിറ്റിയും ഈ രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുകയാണ്. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ മാത്തമാറ്റിക്കൽ എബിലിറ്റി റീഡിങ് എബിലിറ്റി ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ അല്ലയോ. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനെ എന്ത് ചെയ്യാൻ നമ്മൾ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. The chi-square test is suitable for analyzing data and problems like those mentioned above, when data are in the form of discrete categories and frequencies. Chi-square test is perhaps the most suitable test to compare the obtained set of observed frequencies in given categories with a set of theoretical or expected frequencies within them. അതുപോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എന്താണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ എന്ത് ചെയ്യാൻ അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, ഈക്വൽ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും chi-square ടെസ്റ്റ് യൂസ് ചെയ്യും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 രീതിയിലാണ് നമ്മൾ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ടു ടെസ്റ്റ് ദ വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പോപ്പുലേഷനിൽ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സിഗ്മ നോട്ട് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ നോർമൽ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ് to test the variance of a normal population. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ to test the goodness of fit. To test the goodness of fit. നിങ്ങളുടെ ഫിറ്റ് എന്താണെന്ന് ഫിറ്റിംഗ് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഫിറ്റാണ് ഈ ഒരു ഡേറ്റ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ എത്രത്തോളം ഫിറ്റാണ് എന്ന് ചെക്ക് ചെയ്യാനാണ് രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് to test the independence of attributes. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. എന്നിട്ട് ആ ക്യാരക്ടർ തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് മൂന്നാമത്തത് ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് ടു ടെസ്റ്റ് ദ വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ, രണ്ടാമത്തത് ടു ടെസ്റ്റ് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആൻഡ് മൂന്നാമത്തെ എന്താണ് ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെയാണ് chi-square ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ വേരിയൻസ് ചെക്ക്. നോർമൽ പോപ്പുലേഷനിൽ സിഗ്മ സ്ക്വയർ ആണല്ലേ നോർമൽ പോപ്പുലേഷൻ്റെ വേരിയൻസ്. ആ സിഗ്മ സ്ക്വയർ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണോ, സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ഒരു സിഗ്മ നോട്ട് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. This test is conducted when we want to test if the given normal population has a specified variance sigma square equal to sigma naught square. The chi-square test for variance is generally a right-tailed test. So here we are testing. നമുക്കറിയാം chi-square, നിങ്ങൾ chi-square ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടാവും. chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അല്ലേ, ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ the chi-square distribution have a right tail end. ഒരു റൈറ്റ് ടെയിൽ എൻഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് റൈറ്റ് ടെയിൽ ഉള്ളത് കൊണ്ട് അതൊന്നൊരു റൈറ്റ് ടെയിൽഡ് ടെസ്റ്റ് ആയിരിക്കും. നമ്മളെന്താ പോസിറ്റീവ് ടെയിൽ ടെസ്റ്റ് എന്താണ്, റൈറ്റ് ടെയിൽ ടെസ്റ്റ് ആണ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 1 ടെയിൽ ടെസ്റ്റും 2 ടെയിൽ ടെസ്റ്റൊക്കെ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ വി ഹാവ് എ റൈറ്റ് ടെയിൽ എൻഡ്. So the distribution for testing the hypothesis have a right tail test. ഇപ്പോൾ ഒരു റൈറ്റ് ടെയിൽ ടെസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പം നമ്മളുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, എച്ച് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് വേരിയൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. വേരിയൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എച്ച് നോട്ട് എന്താണ്, എച്ച് നോട്ട് സച്ച് ദാറ്റ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയർ against h1 such that sigma square greater than sigma naught square. ഒരു റൈറ്റ് ടെയിൽ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ടാവുള്ളൂ, അതാണ് സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് സ്ക്വയർ. ഇത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്, ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് chi-square ഈക്വൽ ടു ns സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ ആണ്. ns സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ ആണ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്. ns സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എസ് സ്ക്വയർ എന്ന് പറയുന്നത് സാമ്പിൾ വേരിയൻസ് ആൻഡ് സിഗ്മ നോട്ട് സ്ക്വയർ എന്ന് പറയുന്ന വേരിയൻസ് പെർട്ടിക്കുലർ വേരിയൻസ് വാല്യൂ. ദിസ് ഫോളോ chi-square വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് chi-square വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ നമ്മളുടെ ഫോർ എ ആൽഫ ഈക്വൽ ടു 0.05 ഇത് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് chi-square ഗ്രേറ്റർ ദാൻ chi-square ആൽഫയാണ്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് chi-square ഗ്രേറ്റർ ദാൻ chi-square ആൽഫയാണ്.
ആൽഫയാണ്. വേർ കൈ സ്ക്വയർ ആൽഫ ഈസ് ഒബ്റ്റെയിൻ ബൈ റെഫറിങ് ദ കൈ സ്ക്വയർ ടേബിൾ ഫോർ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മൾ കൈ സ്ക്വയർ ടേബിളിൽ ഒരു പെർട്ടിക്കുലർ ആൽഫ നിൽക്കുന്നുണ്ടാവും. ആൽഫയിൽ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കൈ സ്ക്വയർ ആൻഡ് ഇഫ് ഇറ്റ് ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ റിജക്ട് എന്താണ് എച്ച്0 റിജക്ട് ചെയ്യാം, അതർവൈസ് ആക്സെപ്റ്റ് ഇറ്റ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടെസ്റ്റ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ, എ മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് വിത്ത് എ സ്പെസിഫൈഡ് വെയ്റ്റ് വിത്ത് വേരിയൻസ് ലെസ് ദാൻ 5 യൂണിറ്റ്സ്. എ റാൻഡം സാമ്പിൾ ഓഫ് 10 വാസ് ഫൗണ്ട് ടു ഹാവ് വേരിയൻസ് 6.2 യൂണിറ്റ്സ്. ഈസ് ദ റീസൺ ടു സസ്പെക്ട് ദാറ്റ് ദ പ്രോസസ് വേരിയൻസ് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. അപ്പം ഈ റാൻഡം സാമ്പിൾ എടുത്തു, സൈസ് 10 ആയിട്ടുള്ള റാൻഡം സാമ്പിൾ എടുത്തു. അപ്പോൾ അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 6.2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻക്രീസ് ഉണ്ട്, വേരിയൻസിൽ എന്തെങ്കിലും ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്, σ0² = 5 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 10 ആണ്. സാമ്പിൾ വേരിയൻസ് 6.2 ആണ്. നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, h0 such that σ² = 5 against h1 such that σ² greater than 5. ആൽഫ നമ്മൾ 0.05 എടുത്തു. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് chi² greater than chi² ആൽഫയാണ്. നമ്മൾ ആൽഫ = 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ 10-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ chi² ആൽഫ കണ്ടുപിടിച്ചു. അത് 16.92 ആണ്. പിന്നെ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ എത്രയാണ് നോക്കി, n²/σ0² എത്രയാണ് നോക്കുക എന്ന് വെച്ചാൽ 10 × 6.2/5 എന്ന് വെച്ചാൽ 12.4. ഇറ്റ്സ് ലെസ് ദാൻ chi² ആൽഫ. സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് chi² ലൈസ് ഇൻ ദ ആക്സെപ്റ്റൻസ് റീജിയൻ, h0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. chi² ഗ്രേറ്റർ ദാൻ chi² ആൽഫ ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇവിടെ chi² ലെസ് ദാൻ chi² ആൽഫയാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യും. That is, there is no reason to suspect that the process variance has